മൊഡ്യൂളുകൾ കഴിഞ്ഞ് ആദ്യത്തെ മൊഡ്യൂൾസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം അതിലൊക്കെ AI കണക്റ്റഡ് ആയിട്ടുള്ള നോട്ട്ബുക്കെല്ലാം പുതിയ സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്തി ടീച്ചിങ് ഫീൽഡിലേക്ക് ആവശ്യമായ കുറച്ചും AI സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് പോവാനുള്ളത് ഓൺലൈൻ ക്ലാസ്സിന് സമയത്തും ഓഫ്ലൈൻ ക്ലാസ്സിന് സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമിഫിക്കേഷൻ ടൂൾസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എല്ലാവരും സജീവമായിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ 3 സംഗതികളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ടൂൾസുകളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നൽകുന്ന സമയത്ത്, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ടൂൾസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ജസ്റ്റ് മോഡൽ തരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ആളുകളും അതിൻ്റെ ശ്രമം നടത്തുകയും അതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും പറയാനുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ 3 ടൂൾസ് പരിചയപ്പെടുത്തുന്നു. അതിൽ 2 നമുക്ക് മാക്സിമം ഓൺലൈൻ ആയിട്ട് ഉപയോഗപ്പെടുത്താം. ഡിവൈസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓഫ്ലൈനിൽ നടത്താൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ ഒത്തിരി ഉണ്ട്. അതോടൊപ്പം ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇനിവേ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടൂള് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ ടൂൾ എന്നുള്ളത് കഹൂട്ട് എന്നുള്ളതാണ്. KAHOOT എന്നുള്ളതാണ്. ഒരു പക്ഷെ ഒരുപാട് തവണ കേട്ടവരോ ഉപയോഗിച്ചവരൊക്കെ ഉണ്ടാവാം, പക്ഷെ ഉപയോഗിക്കാത്തവരുണ്ടാവും. എന്നാൽ പോലും ജസ്റ്റ് കഹൂട്ട് എന്ന പേര് അല്ലെങ്കിൽ ആ സംഗതി ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ യെസ് കഹൂട്ട് എന്ന് പറയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് യെസ് കഹൂത്ത് എന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ കഹൂത്ത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ കേട്ടോ. ഇല്ലാത്തവരുണ്ടെങ്കിൽ നോ കഹൂത്ത് എന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്നായിക്കോട്ടെ. യെസ് കഹൂത്ത് എന്ന് ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ യെസ് കഹൂത്ത് എന്ന് ചെയ്യാം. അല്ല എങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, KAHOOT ആണ്. അപ്പൊ അത് ചെയ്തവരുണ്ടെങ്കിൽ യെസ് കഹൂത്ത്, ഇല്ലാത്തവരുണ്ടെങ്കിൽ നോ കഹൂത്ത് എന്ന് പെട്ടെന്ന് ചെയ്യാം. നോ കഹൂത്ത് എന്നുള്ള കാണിക്കുന്നത്. ഓക്കെ, 2 ആകെ ഷിഫ്ന, സഫ, ഷിൽന, അനാജിയ, ലിയ. ഓക്കെ, എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാരും നോ കഹൂത്ത്, ജംഷിയ, ഒത്തിരി ആളുകളുണ്ട്. 16 പേരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ വരട്ടെ, കേൾക്കട്ടെ എല്ലാവരും. നോ കഹൂത്ത് എന്നാണ് കേൾക്കുന്നത് അല്ലെ? ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് ഇനി യെസ് കഹൂത്തിലേക്ക് മാറണം. ഈ നോ കഹൂത്ത് നമുക്ക് യെസ് കഹൂത്തിലേക്ക് മാറണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്തായാലും കഹൂത്തിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ഡിവൈസായിട്ട് റെഡി ആയിരിക്കുക. നമ്മളിന്ന് ഗംഭീരമായിട്ട് കഹൂത്ത് എങ്ങനെ ചെയ്യാൻ പോകുന്ന പഠിക്കാൻ പോകണം. ഓക്കെ, ഞാൻ ആദ്യം ഒരു ഗെയിം ജസ്റ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ ഗെയിമാണ്, ചെറിയൊരു ഗെയിം നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സാധനങ്ങളെ ബേസ് പറഞ്ഞുതരും. ഫസ്റ്റ് നമ്മൾ എന്തായാലും ഇത് ചെയ്യാൻ പോവാണ്. ഇതിൽ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, നോക്കാം. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവാ. ഇപ്പൊ എല്ലാവരും ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവാ. ഗൂഗിളിലേക്ക് പോകുമ്പോൾ കഹൂത്ത് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. ഇതിന്റെ ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു വേണ്ട. മാക്സിമം ഞാൻ മുമ്പേ പറയാറുണ്ട്, നിങ്ങൾ ആപ്ലിക്കേഷൻസ് മാക്സിമം ഒഴിവാക്കുക. അതിന്റെ ഗൂഗിൾ ക്രോം വെർഷൻ തന്നെ ഉപയോഗിച്ച് പോയാൽ മതി. ഇതിലും ഗൂഗിൾ അവൈലബിൾ ആണ്. നിങ്ങൾ നേരെ ഇതിന്റെ ഇതാക്കിയാൽ മതി. ഗൂഗിളിലേക്ക് പോകുന്നു. ഗൂഗിളിൽ പോയിട്ട് കഹൂത്ത് എന്ന് അടിക്കുന്നു. കഹൂത്ത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്റർ പിന്ന് കാണും. അവിടെ ഈ നമ്പർ അടിച്ചെടുത്താൽ മതി. നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഇപ്പൊ വരുന്നുണ്ട്. നിങ്ങളുടെ ഇതിലിപ്പോ നമ്പർ വരും. ഈ നമ്പർ നിങ്ങളവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്പർ 5542653. ഈ നമ്പർ എല്ലാവരും അവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഈ നമ്പർ നമ്മുടെ ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് ഹാജു ഒറിജിനൽ നൈമിൽ വരണേ. ഒറിജിനൽ നൈമിൽ വരിക. ഹാജു വന്നിട്ടുണ്ട്. നിങ്ങൾ ഒറിജിനൽ നൈമിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഹാജു ജോയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അടുത്ത ആൾക്കാരും ജോയിൻ ചെയ്യും. ഫുൾ പേര് വന്നോട്ടെ കേട്ടോ. ഫുൾ പേരിൽ വന്നോട്ടെ. 2 പേരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, തഹാനി ജംഷിയ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷിഫ്ന് ജോയിൻ ചെയ്തിട്ട്, തസ്ലിയ, ഫസ്ന, ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് വരട്ടെ.
മൊത്തം 7 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 16ഓളം പേരുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യട്ടെ, മാക്സിമം പെട്ടെന്ന് ജോയിൻ ചെയ്യാം, ഒരു പ്രയാസമില്ല. അൻസാർ സാർ വരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നസീറ വളരെ സിമ്പിളായ സംഗതിയാണ്. ഇതൊരു മലയാളം കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏത് വിഷയവും നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്തായാലും പോലും നോക്കാം. സാറും കുട്ടികളും തമ്മിൽ മത്സരമാണ്, നമുക്ക് നോക്കാം ആരായിരിക്കും. സാറായിരിക്കും കുട്ടികളാണ് ജയിക്കാൻ നോക്കാം, സ്റ്റുഡൻസ് ആയിരിക്കും സാറായിരിക്കും ജയിക്കാൻ നോക്കാം. ഇനി ബാക്കിയുള്ള ആൾക്കാർ 10 പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. 9 ഒരാൾ ലെഫ്റ്റ് ആയിട്ടുണ്ട്. ആരാണത്? എനിവേ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യട്ടെ, എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യട്ടെ. പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നമുക്കിത് പെട്ടെന്ന് ഗെയിം ചെയ്യേണ്ടതുണ്ട്. ഒരു റിസ്ക് ഇല്ല, നേരെ ഗൂഗിളിലേക്ക് പോവാ. ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് പറയൂ. ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിൾ പോകുന്നു, കഹൂത്ത് എന്ന് അടിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ആയി വരുന്ന ഇന്റർഫേസ് എന്റർ പിൻ എന്നായിരിക്കും. എന്റർ പിന്നിന്റെ ഭാഗത്ത് ഇതിൽ കാണുന്ന പിൻ നിങ്ങൾ അടിച്ചു കൊടുക്കുന്നു. ശേഷം അവിടെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുത്ത് നിങ്ങൾ നേരെ എൻ്റർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ആരംഭിക്കുകയാണെങ്കിൽ വൈകി വരുന്ന ആൾക്കാർക്കും നിങ്ങളുടെ നമ്പർ കൊടുത്ത് കയറാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണം. റെഡി? ഓക്കെ. ആൻസർ ജോയിൻ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് വന്നോ കേട്ടോ, കുഴപ്പമില്ല. എല്ലാവർക്കും പിന്നീട് ലേറ്റ് ആയാലും നിങ്ങൾ ജോയിൻ ആവാം. പക്ഷെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ്സാവുമെന്ന് മാത്രം. ഓക്കെ. ഒരാൾ വീണ്ടും മിസ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇപ്പോൾ വരും. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ അല്ല. ഒറ്റ മിനിറ്റ്. അയ്യോ, ഞാൻ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വിച്ച് സ്റ്റേറ്റ് ആർ വി ഫ്രം എന്നാണ്, നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, 9 ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. 10 പേര്. ഓക്കെ ഓക്കെ, യെസ്. 12 പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 12 പേര് കറക്റ്റായി എഴുതിയിട്ടുണ്ട്. കേരള ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതില് പെട്ടെന്ന് ആരാണ് ആൻസർ ചെയ്യുന്നത് അവരേക്കും ടോപ്പിൽ ഉണ്ടാവാം കേട്ടോ. പെട്ടെന്ന് ആരാണ് ഫസ്റ്റിൽ ആൻസർ ചെയ്യുന്നത് അവർക്ക് ഫസ്റ്റിൽ ഉണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തീർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആനിമൽ? ഓക്കെ, ഏതാണ് ആനിമൽ? ഓക്കെ, എല്ലാരും കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ടഫ് അല്ല കേട്ടോ, സംഗതി വളരെ ഈസിയാണ്. ഹാജു ആണ് ലീഡിങ് ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. ഈ നമ്പർ 2 ആണോ 3 ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഒന്നും ടഫില്ല, വളരെ സിമ്പിൾ ആണത്. ഓക്കെ, ഹാജുവിനെ ലീഡ് ചെയ്യണം കേട്ടോ. ഷിഫ്ന ഹാസ് ദ ഹയസ്റ്റ് സ്ട്രൈക്ക് ഓഫ്. ഓക്കെ, നമുക്ക് നോക്കാം. ചൂസ് കറക്റ്റ് ആൻസർ. അയ്യോ, ഇതിന്റെ ഇത് സംഗതി കറക്റ്റ് അല്ലേ? ആകാശത്തിന് നിറം എന്താണെന്നുള്ളതാണ്. ഞാൻ ചെയ്തതല്ല, ഇത് ഓൾറെഡി ഇതിൽ ഉണ്ടായതാണ്. ഞാൻ അതുകൊണ്ട് പിന്നെ ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതില് മഞ്ഞ എന്നുള്ളത് കറക്റ്റ് ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ഇതിൽ പോയിന്റ് കാണുന്നില്ലല്ലോ. 8 മിനിറ്റ്, ഇതിൽ പോയിന്റ് കാണുന്നില്ല. നമുക്ക് നോക്കാം, പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്ത് പോകാം. ശരിക്കും അപ്പുറത്തെ പോയിന്റ് കൂടെ വരേണ്ടതുണ്ട് കേട്ടോ, അതാണ് സംഗതി. What day of the week is our Malayalam class conducted? ഇത് എനിക്ക് തോന്നുന്നത് ആരോ ഡമ്മി ചെയ്താണ്. തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കുന്നു കേട്ടോ. നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കാം. ഇതിലെന്തൊരു പ്രശ്നം കാണുന്നുണ്ട്. നേരത്തെ നോക്കിയ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു.
വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. വേൾഡ് ഹിസ്റ്ററിയാണ് എടുക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത് തൽക്കാലം മറ്റേത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഓക്കെ, കിട്ടാതിരിക്കുന്നതോ ആവാട്ടോ. ഞാൻ ഒന്ന് ഗെയിം ബീനെ മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യണേ, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്, 10 ക്വസ്റ്റ്യൻ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, പെട്ടെന്നാവണം, പെട്ടെന്ന് ജോയിൻ ചെയ്യണം, എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ ഇതില് നമ്പർ കാണിക്കുന്നുണ്ടാവും. 17 എനിക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. നോക്കാം, ഇതാണ് നമ്പർ. പെട്ടെന്ന് ജോയിൻ ചെയ്യും കേട്ടോ. നേരത്തെ കാണിച്ചാല് ക്വസ്റ്റ്യൻസ് മാർക്കിംഗ് ഒന്നും സുഖമായി കണ്ടില്ല. പെട്ടെന്ന് ജോയിൻ ചെയ്യും പ്ലീസ്. സെയിം പിൻ ആയിരിക്കില്ല, പിന്നെ മാറുന്നുണ്ട്. പിന്നെ ഇതാക്കണ എന്റെ ഇതിൽ കാണാം നിങ്ങൾക്ക്. ഒറ്റ മിനിറ്റ്. 4629053. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ കിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഫസ്റ്റ് ചെയ്തത് നമ്മൾ കിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ആരംഭിക്കാം. 9 പേരായിട്ട്, ബാക്കിയുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയാണ്. നല്ല മണ്ടല്ലർക്ക് മാത്രം കഴിച്ചിലായി പോകാം. നോക്കാം നമുക്ക് എന്തായാലും. 10 ക്വസ്റ്റ്യൻ ഉള്ളത്. വിച്ച് എക്സ്പ്ലോറർ വാസ് ദി ഫസ്റ്റ് യൂറോപ്യൻ ടു ലാൻഡ് ഓൺ ദി നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ഇൻ അബൌട്ട് 1000? ഒരു ഐഡിയ ഇല്ല. ആർക്ക് എന്തും ഗസ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ആരാണോ നോക്കാം. എറിക് ദി റെഡ് ആണോ, ലേക്സ് എറിക്സൺ ആണോ, ക്രിസ്റ്റഫർ കൊളംബസ് ആണോ, ജോൺ ക്യാപറ്റ് ആണോ? സ്കിപ്പ് ചെയ്യുന്നു. നോക്കാം ആരാണ് GK മിടുക്കൻ നോക്കാം. ഓക്കെ, ലൈഫ് എറിക്സൺ ആണ് കറക്റ്റ് ആൻസർ. എനിക്കൊന്നും ആരും കറക്റ്റ് ചെയ്തില്ല. 9 പേര് കൊളംബസിന്റെ ആകെ അറിയുന്ന പേര് കൊളംബസ് ആണ്. കൊളംബസിന് കൊടുത്ത് മറക്കും നമ്മള്. ഓക്കെ, നോക്കാം ആരാണ് ലീഡിങ് എന്നുള്ളത്. ഇതിലും 0 ആണല്ലോ, എന്ത് പറ്റിയാവോ. എനിവേ നോക്കാം നമുക്ക്. ഇതുകൊണ്ടാണ് നേരത്തെ ഞാൻ അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയത്. ഓക്കെ, മാർക്കോ പോളോ ട്രാവൽ ഡ്യൂറിംഗ് ദി ലേറ്റ് സെഞ്ചുറി. വിച്ച് പാർട്ട് ഓഫ് ദി വേൾഡ് ലെൻഡ് ഹി എക്സ്പ്ലോർ? പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, നോർത്ത് അമേരിക്ക. സ്കിപ്പ് ചെയ്യാൻ സ്പീഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതില് പിന്നെ ഏഷ്യയാണ് കറക്റ്റ് ആൻസർ. 3 പേര് ചെയ്തിട്ടുണ്ട്. ഓ, മാർക്ക് വന്നു. ഈ മാർക്ക് കാണണം അങ്ങനെ. ഓക്കെ, യെസ്. Muslim writer Ibn Battuta traveled extensively during the early 1300 centuries. Where did he visit? Then visitors ഏതാണെന്നുള്ളതാണ്. ആരായിരിക്കാം? ഇബ്നു ബത്തൂത്ത ട്രാവൽ ചെയ്തതാണ്. ഈ സമയത്ത് അദ്ദേഹം വിസിറ്റ് ചെയ്ത സ്ഥലം ഏതൊക്കെയുണ്ടല്ല. സ്കിപ്പ് ചെയ്യുന്നു തൽക്കാലം. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതായത് 4 പേര് സംഗതി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. SS പഠിക്കുന്നവരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇനിവേ ലീഡിംഗിൽ അൻഷിതയാണ് ലീഡിംഗ്. ഓക്കെ, 1000 പോയിന്റ് കടന്നിട്ടുള്ളത് അൻഷിതയാണ്. തൊട്ടുപുറയിൽ ഹാജരുണ്ട്, ഫസ്റ്റ് ഉണ്ട്. നോക്കാം ആരായിരിക്കാം ഫൈനൽ ടച്ചിൽ, ആരായിരിക്കാം ഫിനിഷ് ചെയ്യാൻ നോക്കാം. സാറ് ജോയിൻ ചെയ്തിട്ടില്ലാണല്ലോ അൻസാർ സാറ്. Anyway, Henry the Navigator was a patron of explorers during the 1400 centuries. What country did he represent? Portugal, Spain, England, France. ആ സമയത്ത് ഹെൻറി അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രി ഏതാണെന്നുള്ളതാണ്. സ്കിപ്പ് ചെയ്യാം. പോർച്ചുഗലാണ് റൈറ്റ് ആൻസർ. 5 പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം ആരായിരിക്കാം. അൻഷിത നേരത്തെ ഉണ്ടായിരുന്ന അൻഷിത 3rd പോയിട്ടുണ്ട്. ഇപ്പോ 1000 പോയിന്റ് കടന്ന 4 പേരുടെ ഹാജർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട് എന്താണ് ലക്കിയാണ് ഇതിൽ. ഹൂ സ്പോൺസേർഡ് ദ വോയാഗേഴ്സ് ഓഫ് ക്രിസ്റ്റഫർ കൊളംബസ് ഇൻ 1492?
SSL പിടിച്ചേക്കാം. ഹിസ്റ്ററിക്കാരെക്കാൾ ആരെയും പൊട്ടിക്കുന്നുണ്ടല്ലോ നോക്കട്ടെ. ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. 10 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. 12 സെക്കൻഡ്, 15 സമയം സ്കിപ്പ് ചെയ്യും ഞാൻ. ഓക്കെ, ഇതിന് കറക്റ്റ് ആൻസർ ഫെർഡിനാൻഡ് ആൻഡ് ഇസബെല്ല ഓഫ് സ്പെയിൻ എന്നുള്ളതാണ്. 3 പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഓക്കെ, ഹാജര വിട്ടുകൊടുക്കില്ല, ഫസ്റ്റ് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹാജര ലീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. തസ്ലിയ സെക്കൻഡ് ഉണ്ട്. അൻഷിദ 4th പോയിട്ടുണ്ട്. തസ്ലിയ സെക്കൻഡിലുണ്ട്. എനിവേ എല്ലാവരും 1500 കടന്നിട്ടുണ്ട് പോയിന്റ്. 2000 കടക്കാൻ ഹാജര ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് അതർ നെയിം ഫോർ ദി ഈസ്റ്റ് ഇന്ത്യസ് ഇൻ പസഫിക് കോൾഡ്? The 7 Seas, El Dorado, the Spiceland, Shangri-La. The correct answer is the Spiceland എന്നുള്ളായിരുന്നു. 5 പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാജര തേളിലേക്ക് പോയി പുതിയ ആളെ കടന്നു വരുന്നുണ്ട്. ഷിഫ്ന ഷെരീൻ ഇസ് ലീഡിംഗ് 2500 പോയിന്റുമായി ഷിഫ്നയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ജംഷിയ ഇതുവരെ ചെയ്തെല്ലാം അടുപ്പിച്ച് 3 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജംഷിയ താഴെ കാണിക്കുന്നുണ്ട്. എനിവേ ജോൺ പോൺസ് ഡിലോൺ ലുക്ക്ഡ് ഫോർ ദി ഫൗണ്ടൈൻ ഓഫ് യൂത്ത്. വാട്ട് ഏരിയ ഡിഡ് ഹി ഡിസ്കവർ ഇൻ ദ പ്രോസസ്? ഓക്കെ, ആരാണ് അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ സംഗതിയെ കുറിച്ചുള്ള ചോദ്യമാണ്. കാലിഫോർണിയ ഉണ്ട്, ടെക്സാസ് ഉണ്ട്, അരിസോണ ഉണ്ട്, ഫ്ലോറിഡ ഉണ്ട്. ജസ്റ്റ് ഗസ് ചെയ്താൽ മതി, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, 10 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. നോക്കാം. അതിന്റെ കറക്റ്റ് ആൻസർ ഭൂരിഭാഗം പേര് ഫ്ലോറിഡ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. ഇതെല്ലാം മറിയുന്ന ആർക്കും കുത്തകയൊന്നുമില്ല. ഫസ്റ്റ് 5 നേരത്തെ കുറെ നേരം ലീഡ് ചെയ്ത ഹാജരെ കാണാനില്ല. ഫസ്റ്റിന് 2700 പോയിന്റുമായിട്ട് ഫസ്റ്റിനെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൾക്കാരൊക്കെ ആകെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Who was the first European to sail across the Pacific Ocean in the 1520? Ferdinand Magellan, Vasco Nunes de Balboa, Sir Walter Raleigh. ആരൊക്കെയാണ് ആൾക്കാർ നോക്കാം. നമുക്ക് എന്തായാലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഓക്കെ, കറക്റ്റ് ആൻസർ ആയിട്ട് വന്നുള്ളത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഫെർഡിനാൻഡ് മെഗല്ലൻ ആണ് കറക്റ്റ് ആൻസർ. 4 പേര് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റിനെ വിട്ടുകൊടുത്തില്ല. ഹാജര തിരിച്ചു കടന്നു വന്നിരിക്കുന്ന നമ്മൻ തിരിച്ചു വരുവാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 500 ഇപ്പൊ കുതിച്ചു വന്നിരിക്കുകയാണ്. നോക്കാം. അതിനിടയ്ക്ക് 3000 പോയിന്റുമായിട്ട് ഫസ്റ്റിന ലീഡിങ്ങിൽ തന്നെയാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 4 പേര് ഇപ്പോഴും അടിപൊളിയായിട്ട് മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിസ് നോക്കാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? Karnataka led the first major European expedition north from Mexico. What did he want? Silver, gold, diamonds, oil? 8 പേര് ആൻസർ ചെയ്തു. 12 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 7 പേര് ഗോൾഡ് ആണ് കറക്റ്റ് ആൻസർ. അത് 5 പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം ആരായിരിക്കാം. ഫസ്റ്റിന് വിട്ടുകൊടുക്കോ? ഇവ ഹാജര 5th പോയിട്ടുണ്ട്. ഫസ്റ്റിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഫസ്റ്റിന് 4000 അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3 പേര് 3000 പോയിന്റിലേക്ക് കടന്നിട്ടുണ്ട്. നോക്കാം. അതിനിടയ്ക്ക് ആബിദ എന്ന് പറയുന്ന ആള് കറക്റ്റ് ആൻസർ ചെയ്ത് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആകെ മാറി വന്നിരിക്കുക. സ്കോർ ബോർഡ് ഫസ്റ്റ് ടോപ്പ് 5 ഒക്കെ മാറി വന്നിരിക്കുന്നു. ആർക്കും എപ്പോഴും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് സംഭവിക്കാം? അട്ടിമറി സംഭവിക്കുമോ അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം തന്നെ ആയിരിക്കുമോ ഫസ്റ്റിൽ ഉണ്ടാവുന്നൊക്കെ നോക്കാം നമുക്ക്. ഓൺ May 14, 1607 the first permanent English colony in America was founded. What was it? Plymouth, Charlestown, Rhode Island. ഇതൊക്കെ ഹിസ്റ്ററി കലക്കി കുടിച്ച ആൾക്കാർക്കും നോക്കട്ടോ. ആരായിരിക്കും SS കഴിഞ്ഞ ആൾക്കാർ? BA ഹിസ്റ്ററി കഴിഞ്ഞവരാണോ? BA സോഷ്യോളജി കഴിഞ്ഞ, BA പൊളിറ്റിക്സ് കഴിഞ്ഞ ആരായിരിക്കും ടോപ്പിലുള്ളത്? അതല്ല ജോഗ്രഫിക്കാരാണോ അല്ലെങ്കിൽ ബയോളജിക്കാരാണോ ഫസ്റ്റിൽ വന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും ജെംസ്റ്റൗൺ എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വന്നാൽ 3 പേര് ചെയ്തിട്ടുണ്ട്. നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ക്വിസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ക്വസ്റ്റ്യനിലെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതിൽ ഫസ്റ്റിന് 3ാം സ്ഥാനത്തിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ലീഡിംഗ് ജംഷിയ 2nd പോയിന്റ് ആണ്. ഫസ്റ്റിലേക്ക് എത്തിയിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈ മത്സരത്തിലെ ഫസ്റ്റ് വിന്നറായിട്ടുള്ളത് ആബിദയാണ്. ആ ഒരു നിലക്ക് ഒരു സമയത്ത് പോലും ഫസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ആബിദ. 4th തസ്ലിയുണ്ട്. 5th ഹാജര. കുറെ നേരം ലീഡ് ചെയ്തിരുന്ന ഹാജര ഏകദേശം എനിക്ക് തോന്നുന്നു 5th പൊസിഷനിലേക്ക് പോയിട്ടുണ്ട്. ആബിദ ഡിഗ്രി ഏതായിരുന്നു ആബിദ?
മാത്തമാറ്റിക്സ്. ഓ, ഒരു ഐഡിയ ഇല്ല, ഒരു കണക്ഷൻ ഇല്ല ഹിസ്റ്ററി ആയിട്ട്. ജംഷിയ ഏതായിരുന്നു? ജംഷിയ ഏതായിരുന്നോ? ഡിഗ്രി ഏതായിരുന്നോ? ഹലോ ജംഷിയ, നോ റെസ്പോൺസ്. ഫസ്ന ഡിഗ്രി ഏതായിരുന്നോ? ഇത് ഹിസ്റ്ററി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാൻ പറ്റും. ഏതാണ്? ഇംഗ്ലീഷാണ്. ഒരു കണക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ ഫോർത്തിലേക്ക് ആരുണ്ടായിരുന്നത്? ഫിഫ്ത്തിലേക്ക് ഒരാളുണ്ടായിരുന്നല്ലോ. ഫിഫ്ത്തിലേക്ക് ഹാജർ ഉണ്ടായിരുന്നു. ഹാജർ കുറെ നേരം ലീഡ് ചെയ്ത ഒരാളായിരുന്നു. ഹാജർ ഏതായിരുന്നു ഡിഗ്രി? ബി ഏതായിരുന്നു? ഇംഗ്ലീഷാണ്. ഒരു കണക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ഫോർത്തിൽ വന്ന ഒരാളായിരുന്നു. അപ്പൊ ഹിസ്റ്ററിക്കാരൊക്കെ തസ്ലിയ മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സും ഇംഗ്ലീഷാണ് ഈ ഒരു പിന്നെ ഹിസ്റ്ററി മത്സരത്തിൽ വിജയിച്ചത്. ഒരുപാട് എസ്എസ്കാരൊക്കെ ഉണ്ടാവും, ഹിസ്റ്ററിക്കാരൊക്കെ ഉണ്ടാവും. ഇനിവേ അവരൊക്കെ പൊട്ടിച്ചുകൊണ്ട് പിന്നെ എന്താണ് ഇവരാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ വിന്നേഴ്സ്. ഇനിവേ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതെന്താണ് സംഗതി എന്നുള്ളതൊക്കെയാണ്. എങ്ങനെയാണ് കളി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഗെയിംസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പൂച്ചെടി അറിയിക്കും, പൂച്ചെടി അറിയിക്കും. പൂച്ചെടി പുഷ്പങ്ങളൊന്ന് മാറി വിതറും. ഓക്കെ, ഇത് നമുക്ക് ഓൺലൈൻ ഗെയിമിലേക്ക് ഇത് വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ കഹൂത്ത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്താണ് വിഷയങ്ങൾ വേണ്ടത് ആ വിഷയങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ജനറൽ നോളജ് എടുത്തപ്പോഴാണ് വന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ് ഗ്രാമർ എന്താ വേണ്ടത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇംഗ്ലീഷ് ഗ്രാമറിനോ മാത്തമാറ്റിക്സിനോ ഇംഗ്ലീഷ് ഗ്രാമർ ടെൻസിനോ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി. എന്താണ് നിങ്ങളുടെ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് താഴെ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ വരും. ഒറ്റ മിനിറ്റ്. സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എത്ര ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് എന്നൊക്കെ ഇത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇത് സാധനം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ഒരാൾ ചെയ്തു വെച്ച സംഗതിയെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇതൊരാൾ ചെയ്തു വെച്ച സംഗതിയാണ്, നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇവിടെ ഈ തൊട്ട് മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എല്ലാവരും ഒന്ന് സൈൻ ഇൻ ചെയ്യാം. നിങ്ങളുടെ മെയിൽ ID വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. നേരത്തെ ചെയ്തതിൽ പോകാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾ എന്തായാലും ജസ്റ്റ് കാണിച്ചു തരാം. കഹൂത്ത് എന്ന് നിങ്ങൾ ജസ്റ്റ് പിന്നെ ഗൂഗിളിൽ പോയിട്ട് കഹൂത്ത് എന്ന് നിങ്ങൾ പോകുന്നു. ഓക്കെ, നേരത്തെ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ഇങ്ങനെ വരിക. അപ്പൊ നിങ്ങൾ മുകളിൽ അടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നെയിം പിന്ന് കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അതടിച്ചാൽ നെയിം പിന്ന് ആയിരിക്കും കാണിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ അടിക്കരുത്, തൊട്ട് താഴെ. അപ്പൊ അത് അടിക്കുമ്പോൾ അതായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ അത് ചെയ്യരുത്. തൊട്ട് പിറകെ പോയി കഴിഞ്ഞാൽ, തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഡിസ്കവർ കാണാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. ഇവിടെ സൈൻ ഇൻ ഇതുണ്ട്. സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് നേരെ അതിന്റെ ഇന്റർഫേസിലേക്ക് നിങ്ങൾക്ക് നേരെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലുള്ളൊരു സംഗതി കാണാം. ഓക്കെ, ഇനിവേ അത് ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും, ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിൽ ഹോം ഉണ്ട്. ഇപ്പോൾ ഹോമിൽ നമ്മളോട് ചെയ്തു വെച്ച സംഗതികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഈ റൈറ്റ് സൈഡിലൊക്കെ ഞാൻ ഒരുപാട് ചെയ്തു വെച്ചാണ്. കുറെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ ചെയ്തു വെച്ച സംഗതികളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പം നടത്തിയ എക്സാം, നിങ്ങൾക്ക് നടത്തിയ ക്വസ്റ്റ്യൻസിന്റെ റിപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടും. ആരൊക്കെ ഓരോരുത്തർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എത്ര പോയിന്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, ഞാനിപ്പോ നമ്മൾ നേരത്തെ നടത്തിയ ഒരു PDF ആയിട്ട് നമുക്ക് അവൈലബിൾ ആയി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നടത്തിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 15 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ഉള്ള സംഗതിയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇതിലെ ഓരോരുത്തരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു PDF ആയിട്ട് നമുക്ക് തരുമെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ റാങ്കിലേക്ക് വന്നുള്ളത് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് ആരാണ് ഫസ്റ്റിൽ വരെ 10th പൊസിഷനിൽ വരെ ഉള്ളത് ആരൊക്കെയാണെന്നുള്ള ഓരോരുത്തർക്ക് കിട്ടിയ പോയിന്റ് അതെല്ലാം കിട്ടും. പിന്നെ നമുക്ക് പിന്നെ എന്താണ് ഇവരെത്ര പേര് നമുക്ക് ഇതില് ഓരോരുത്തരും എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയി കിട്ടും. ഓക്കെ, എനിവേ എന്തായാലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഓപ്ഷൻ നമുക്ക് PDF ആയി കിട്ടാനുള്ള വേണ്ടത്. ഈ ഡൗൺലോഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ കുറിച്ചുള്ള മാർക്കും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടും, PDF ആയി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ എന്ത് വേണമെന്നുള്ളതാണ്.
അപ്പം ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പിന്നെ സൈൻ ഇൻ, നിങ്ങൾ ജിമെയിൽ സൈൻ ഇൻ ചെയ്തുകൊണ്ട് Kahoot-ലേക്ക് നിങ്ങൾ ഓപ്പൺ ആയി ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എന്താണ് ഇപ്പൊ നമ്മൾ ഉദാഹരണം ഇപ്പോൾ ഒരു എന്താണ് ടെൻസ് ഇൻ ഇംഗ്ലീഷ് അടിച്ചു, നമ്മൾ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. ഞാൻ കസ്റ്റമൈസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതോടൊപ്പം നിങ്ങൾ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം, അതിന് വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ടെൻസ് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്താൽ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഞാൻ ഒരു ചെറിയ സംഗതി ഓക്കെ ഇതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതെടുക്കാം, ജസ്റ്റ് സിമ്പിൾ പ്രസന്റ് റെഗുലർ എന്നുള്ള സംഗതി എടുക്കണം. ഓക്കെ, ഇതൊരാൾ ചെയ്തു വെച്ച സംഗതിയാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതവിടെ മുകളിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇപ്പൊ തെളിഞ്ഞു വരും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് ഓപ്ഷൻ അയാൾ ലോക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇല്ല, അത് ലോഡ് ആവാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുന്ന സംഗതിയാണ്. നമുക്കതിൽ എന്താണ് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓരോന്നും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് മുമ്പായിട്ട് നമുക്കിത് എങ്ങനെ നമുക്ക് എങ്ങനെ സ്വന്തം ഇതായിക്കോട്ടെ, നമുക്ക് അപ്പോഴേക്കും എങ്ങനെ എന്താണ് ഇതെങ്ങനെ നമുക്കൊന്ന് പിന്നെ സ്വന്തമായിട്ട് ഒരു Kahoot എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള നോക്കാം. എല്ലാ ദിവസവും പോയി നോക്കുക Kahoot-ലേക്ക്. Kahoot നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡിലീറ്റ് എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. തൽക്കാലം അത് അവിടെ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ യെസ് Kahoot എന്ന് അടിക്കുന്നു. ഫസ്റ്റ് ഈ കാണുന്ന Kahoot. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ബാക്കി നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കട്ടോ. Kahoot എന്ന് അടിക്കുന്നു. എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിസ്റ്റം പറഞ്ഞുതരാൻ പോവാണ്. എല്ലാവരും നിങ്ങളായ വിഷയത്തിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് ഒരു PDF നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ആണ് ആവശ്യമെങ്കിൽ നമുക്ക് ആ PDF കൂടെ കൊടുത്താൽ പറ്റും. പക്ഷെ നമുക്ക് ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്ത് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിക്കിപീഡിയയോ അല്ലെങ്കിൽ URL ആയിട്ട് ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്കിനെ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു Kahoot ഉണ്ടാക്കാൻ പറഞ്ഞാലും ഉണ്ടാക്കി തരാനുള്ള ഓപ്ഷൻ നിലവിൽ Kahoot-ലുണ്ട്. അത് പക്ഷെ എന്തിലില്ല, ഫ്രീ വേർഷൻ ഇല്ല. ഈ ഫസ്റ്റ് രണ്ടും പെയ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും PPT-കളോ അല്ലെങ്കിൽ PDF-കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനൊക്കെ പെയ്ഡ് ആയിട്ടൊക്കെയാണ്. ഈ സ്റ്റാർ കാണുന്നൊക്കെ പെയ്ഡാണ്. ഈ സെക്കൻഡ് ഓപ്ഷനും പെയ്ഡ്. നമുക്ക് ബ്ലാങ്ക് ക്യാൻവാസ് എടുത്ത് നോക്കാം. നമുക്ക് അതാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്താണ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഫോർ എക്സാമ്പിൾ. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമ്മൾ 4 ഓപ്ഷൻ ഉണ്ടാവാം. 4 ഓപ്ഷനിൽ നമ്മൾ എന്താക്കുന്നു, ഡൽഹി, നമുക്ക് 4 ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ചെയ്തേക്കുന്നു. അതോടൊപ്പം പിന്നെ കേരള, തമിഴ്നാട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യുന്നത് കാണിക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ് ഗോവ. ഇതിൽ 4 ഓപ്ഷൻ കൊടുക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഡൽഹി കറക്റ്റായ ആൻസറിന്റെ നേരെ നമ്മൾ ഇത് കൊടുക്കുന്നു, ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് കൊടുത്താൽ മതി. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യന് എത്ര സെക്കൻഡ് കൊടുക്കണം ഈ ഓഡിയൻസിന് നമുക്ക് തീരുമാനിക്കാം. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ്, ഇത് ഏത് ഡബിൾ പോയിന്റ്സ് നോ പോയിന്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റാൻഡേർഡ് ആണ് ഒരു പോയിന്റ് കിട്ടുക. പിന്നെ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വേറെ ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും ടൈറ്റിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം ഈ 4 പിന്നെ ട്രൂ ഓർ ഫോൾസ് അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം പെയ്ഡ് ആണ്. അത് ഭയങ്കര രസകരമായ സംഗതികളാണ് അതിലേക്ക് വരുന്നത്.
ഒരുപാട് ടൈപ്പ് ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങളിലൊക്കെ. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, ക്വിസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ട്രൂ ഓർ ഫോൾസ് എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, ഫോട്ടോസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം, ചെയ്യാം കേട്ടോ. ഓക്കെ, Modi is Indian president. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് മോഡി എന്നുള്ള സാധനം കൊടുക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണെന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആക്ച്വലി ഫാൾസ് ആണ് അവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നോരോ നമുക്ക് ആഡ് കൊടുത്ത് നമുക്ക് ഇനി ഫോട്ടോ ഒക്കെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ നമുക്ക് ഫോട്ടോ ആണെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആക്ച്വലി പിന്നെ ഓട്ടോമാറ്റിക്കലി വരും, ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് വരും. നമുക്ക് അപ്ലോഡ് എങ്ങനെയാണെങ്കിലും അപ്ലോഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പോകും. അപ്പൊ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണം, നമുക്ക് ഓരോ ആഡ് കൊടുത്ത് നമുക്ക് ഇങ്ങനെ പോകാവുന്നതാണ്. ആഡ് കൊടുത്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഏത് ക്വസ്റ്റ്യന് വേണ്ടത് വെച്ചാൽ നമുക്ക് അതോടൊപ്പം ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ സംഗതി സേവ് ആയി കഴിഞ്ഞു. അപ്പം പിന്നെ 3 ക്വസ്റ്റ്യനാണുള്ളത്. അത് ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ഒരു ഡാറ്റ വരും. നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അതിവിടെ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അത് ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നല്ല, 3 ക്വസ്റ്റ്യനാണുള്ളത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് സാധനം. ഓക്കെ, അപ്പൊ നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിന് നമ്മൾ പിന്നെ ഈ നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ നമുക്കത് ഇവിടെ അവൈലബിൾ ആയി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, അത് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നമുക്കത് ഡിലീറ്റ് ആക്കാം. ഓക്കെ, സേവ് ചെയ്യുന്നു. നമുക്ക് ആദ്യം ടൈറ്റിൽ കൊടുക്കണം. ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ പേര്. ഓക്കെ, 2 ക്വസ്റ്റ്യനുള്ളൂ. സംഗതിയൊക്കെ വന്നിട്ടുണ്ട്. എന്താ സംഗതി റെഡിയാണ്. അപ്പൊ ഗെയിം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സംഗതി എന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലത്തെ ഗെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റ് ലൈവ് ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് ലൈവ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹോസ്റ്റ് ലൈവ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഹോസ്റ്റ് ലൈവ് അടിച്ചാൽ നമുക്ക് നേരെ ഈ ഒരു സംഗതി സ്ക്രീൻ ഷെയർ എപ്പോഴും വേണം. അതാണ് ഓൺലൈൻ സമയത്ത് ആണ് ഇത് ഒന്നുകൂടി നല്ല എഫക്റ്റീവ് ആയി കിട്ടുക. നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഡിവൈസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രയാസമാണ്. ഇനി ഈ ഡിവൈസ് ഒക്കെ കിട്ടി നിങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ അവൈലബിൾ ആയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഓരോ 4 പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സർ നമ്മള് പറച്ചിലൊക്കെ എങ്ങനെ ഉണ്ട് അതിനനുസരിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കണ്ടിന്യൂ വിത്ത് ന്യൂ ഐലൻഡ്, ഇങ്ങനെ ഇതൊക്കെ പുതിയ ഫീച്ചർ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ വിത്ത് ന്യൂ ഐലൻഡ് എന്ന് കൊടുത്താൽ മതി. ബാക്കി നിങ്ങളിപ്പം കോംപ്ലിക്കേറ്റഡ് ആവണ്ട. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുത്ത് നിങ്ങൾക്ക് നേരെ ഗെയിം ആരംഭിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മളെ ഇതിന്റെ ഈ പിന്നെ ശൈലി അല്ലെങ്കിൽ തീം മാറ്റുന്ന സംഗതിയാണ്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സംഗതി ആരംഭിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഗെയിം ചെയ്യുന്നതും എങ്ങനെ ചെയ്യാമെന്നുള്ളതും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിന്റെ ഒരു മോഡൽ. ഇതാണ് ആരംഭിക്കാം, ഒന്നും ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് ഒരു പിന്നെ കഹൂത്ത് എന്ന സംഗതിയുടെ ഒരു രീതി എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്തു തരാനുള്ള സംവിധാനങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ എന്താണ്, അതിലിപ്പം നമുക്ക് പരിമിതികളുണ്ട്. ബേസിക് വേർഷനിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബേസിക് വേർഷനിൽ പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ ആ പരിമിതികൾ നികത്താനാണ് ആക്ച്വലി ഇതേപോലെയുള്ള ഒരു സംഗതിയാണ് എന്താണ് ക്വിസസ് എന്നൊരു ആപ്പ്. ക്വിസസ് എന്ന സംവിധാനം ഉണ്ട്. ഈ സംവിധാനം ആക്ച്വലി ഇതേപോലെ തന്നെ ഉള്ളതാണ്. ഇതേ രീതിയിലുള്ള സംവിധാനം തന്നെയാണ്. കഹൂത്ത് പോലെ തന്നെ ഉള്ള സംവിധാനമാണ്. പക്ഷെ ഇതിൽ എന്തുണ്ട്,
ഒന്നുകൂടി അഡ്വാൻസ് ആയ ഫീച്ചേഴ്സ് ഉണ്ട്. അഡ്വാൻസ് ആയ ഫീച്ചേഴ്സ് എന്നാൽ നമുക്ക് ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു PDF ഉണ്ട് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഒരു കുറെ ക്വസ്റ്റ്യൻസിന്റെ സംഗതികളുണ്ട്, നേരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും. ഇനിയിപ്പോ നിങ്ങൾ കണ്ടന്റ് കൊടുത്തു തന്നെ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും. നമുക്കിപ്പം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒരു ഇതെങ്ങനെയാ ഇതിന്റെ സാധനം വർക്ക്ഔട്ട് ആകുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. ആദ്യം അത് കഴിഞ്ഞ ശേഷം നമുക്ക് സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ആകുന്ന ഗെയിം തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. എല്ലാവരും കഹൂത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരണം. നമുക്ക് ഒരു ടോപ്പിക് എന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മലയാളം നേരത്തെ ചെയ്തിട്ട് അത് റെഡി ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മലയാളത്തിന്റെ സംഗതി എല്ലാവർക്കും അറിയുന്നത് നമ്മളെ സ്വന്തം ഭാഷയാണല്ലോ. അപ്പൊ ഞാൻ അത് വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം 5-8 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഈ 2 സാധനം ഇതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഇതില് ഞാൻ ഇത് വെച്ച് ചെയ്യാണ്. എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. അത് പല പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതും മറ്റേതും ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. പേഴ്സണലായിട്ട് ചെയ്യാം, ഇൻഡിവിജ്വലി സോളോ ഗെയിം ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു കൂട്ടമായിട്ടുള്ള ഗ്രൂപ്പായി ചെയ്യാൻ പറ്റുന്ന ഇതിനും വ്യത്യസ്തമായ സാധനത്തിലൂടെ ചെയ്യാൻ പറ്റുന്നതും റിപ്പോർട്ട്സ് ഒക്കെ ഒന്നും ക്ലിയർ കട്ടായി തരാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്വിസിസ് എന്നുള്ള ആപ്പ്. ക്വിസിസ് എന്നുള്ള ആപ്പ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് യെസ് ക്വിസിസ് എന്ന് ടൈപ്പ് ചെയ്യാവോ? ക്വിസിസ് എന്ന ആപ്പ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്വിസിസ് യെസ് ക്വിസിസ് എന്ന് അടിക്കാവോ? ജസ്റ്റ് ക്വിസിസ് യെസ് അടിച്ചാൽ മതി. ക്വിസിസ് എന്ന ആപ്പ് മുമ്പ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് വെച്ചാൽ മതി. നോ ആണല്ലേ. നോക്കാം. അപ്പൊ നമ്മൾ കഹൂത്തിലെ വിന്യാസമായിട്ടുള്ള ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് വിജയം നിലനിർത്താനും അതോടൊപ്പം തന്നെ നേരത്തെ പിറകിലായ ആൾക്കാർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് സെക്കൻഡ് ടൂളിലൂടെ ഉള്ളത്. ആ സെക്കൻഡ് ടൂള് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഗെയിം ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇത് പല രീതിയിൽ കളിക്കാൻ നമുക്ക് വേറെ രീതിയാണത്. ഓക്കെ, നോക്കാം. ഓരോരുത്തർക്ക് സമയമെടുത്ത് ഒക്കെ ചെയ്യാം. നമുക്ക് ഇത് വേറെ രീതിയിൽ കളിച്ചു നോക്കാം കേട്ടോ. അതേ രീതിയിലും കളിച്ചു നോക്കാം, ഇതേ രീതിയിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഇത് ഈ രീതിയിൽ ചെയ്തു നോക്കാണ്. ഇൻഡിവിജ്വലി ആയിട്ട് ടൈം ഒക്കെ എടുത്ത് ചെയ്യാവുന്ന രീതിയാണ്. ഞാൻ ഇവിടെ എന്റെ ഗെയിം നമ്പർ കാണിക്കാനും. അപ്പൊ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യാം, അതിലേക്കൊന്ന് നമ്പർ അടിച്ച് നേരെ ഗൂഗിളിൽ പോവാ, ക്വിസിസ് അടിക്കുക, ഈ നമ്പർ കാണും. ഈ നമ്പർ നിങ്ങൾ വന്നാൽ എനിക്കിത് ഇവിടെ കളിക്കാൻ ആരംഭിക്കാൻ പറ്റുള്ളൂ. ആരെയൊക്കെ ജോയിൻ ചെയ്ത് കാണാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇവിടെ നമ്പർ കാണുന്നുണ്ട്. ഈ നമ്പർ നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ക്വിസിസ് അടിക്കുക, ഗൂഗിളിൽ പോവാ, പെട്ടെന്ന് വരാം കേട്ടോ. നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്വിസിസ് ആണ് ആപ്പ്. ഇവിടെ ഇത് എത്ര ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ. അപ്പം നേരത്തെ മിസ്സായവർക്കൊക്കെ ഒരു സ്ഥാനം തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമാണ്. പെട്ടെന്ന് വരും എല്ലാവരും. നമ്പർ കൊടുത്തിട്ടുണ്ട് 764679 എന്ന രീതിയിൽ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, ഷിഫ്ന വന്നിട്ടുണ്ട്. ഷിഫ്നയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഇതിൽ ഒരുപാട് ഈസി മെത്തേഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആബിദ വന്നിട്ടുണ്ട്. ആബിദയായിരുന്നു നേരത്തെ നമ്മൾ വിന്നർ തോന്നുന്നുണ്ട് അല്ലേ? അല്ല, ഓക്കെ. ഏതായാലും ഓക്കെ, ഷിഫ്ന. ബാക്കിയുള്ളൊക്കെ 2 ഷിഫ്ന ഉണ്ടോ? ഓക്കെ, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. 3 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്നായിക്കോട്ടെ. ലേറ്റ് ക്യാമറ ആവരുത്. പെട്ടെന്ന് വരിക. ഇതാണ് നമ്പർ. ജസ്റ്റ് ഗൂഗിളിലെ ക്വിസിസ് അടിക്കാം. ക്വിസിസില് ഇതാണ് നമ്പർ അടിച്ച് പെട്ടെന്ന് കയറാം. 76 നമ്പർ എന്താണെന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഓക്കെ, ഞാൻ 7 ഒറ്റ മിനിറ്റ് കാണിക്കുന്നുണ്ട്. ക്വിസിസ് എന്റർ കോഡ് കാണിക്കുന്നുണ്ടാവും. എന്റർ നമ്പർ കോഡ് അടിക്കുന്നുണ്ട്. കിട്ടും. എനിക്കൊന്ന് നേരെ ഫസ്റ്റ് ഡയറക്റ്റ് ഹോം പേജ് ഓപ്ഷൻ ഉണ്ടാവാം, ഈ ഓപ്ഷൻ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്പർ അടിച്ച് കയറേണ്ട ഓപ്ഷനിൽ എന്താക്കിയാൽ വന്നാൽ മതി. കിട്ടും. ഇത്രയാള് കയറിയിട്ടുണ്ടല്ലോ. സ്റ്റുഡന്റ് ഉണ്ട്, ഹോം പേജ് ഉണ്ട്, ടീച്ചർ അതിലേക്ക് കയറരുത് കേട്ടോ. യെസ്, ഓക്കെ, നമുക്ക് ആരംഭിക്കാം. 9 പേര് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് പല രീതിയിൽ ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്.
ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പം മാമ്പഴമാണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ 10 8 പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, 2 പേർക്ക് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആരൊക്കെയാണ് കറക്റ്റ് ചെയ്തത്, ആരൊക്കെ കറക്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇപ്പം അതിലേക്ക് നോക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രമുഖൻ എന്ന പാട്ടിന്റെ അർത്ഥം വരുന്ന വാക്കുകൾ. പ്രധാനപ്പെട്ടയാൾ, പ്രിയങ്കരൻ, ഇഷ്ടപ്പെട്ടയാൾ. ഇതില് പ്രമുഖൻ എന്ന വാക്കിന്റെ അർത്ഥം വരുന്ന വാക്യരുന്നല്ല കേട്ടോ. 9 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. പ്രധാനപ്പെട്ടയാളെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 10 9 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. ഓ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ഓ വെച്ച് വരുന്ന വേർഡ് അതാണല്ലോ. ഓ, പിന്നെ ഉറുമ്പുണ്ട്, മുളയുണ്ട്, ഓലയുണ്ട്, 9 ഉണ്ട്. ഓക്കെ, 9 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണ് സംഗതി. അപ്പൊ 10 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ആരും മുട്ടെടുക്കാൻ തയ്യാറല്ലല്ലോ. ഓക്കെ, ആരാണ് ലീഡ് ചെയ്യുന്നത് കാണാനൊക്കെ വഴിയുണ്ട് കേട്ടോ. അത് വേറെ കളിക്കാൻ പറ്റും നമുക്ക്. ഇത് വേറെ ടൈപ്പ് ഓഫ് സംഭവമാണ്. സെലക്ട് ദ കറക്റ്റ് ആൽഫബറ്റ്. ഔ, ഇ, ഉ, ആ. അപ്പൊ എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. ഓക്കെ, ഇതെന്താണ് കുറഞ്ഞ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. കുയിലും മയിലും. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്. കുറച്ച് മലയാളം പഠിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. കുറച്ച് മലയാളം ആയിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ. നോക്കണം. 10 8 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സമയം കഴിഞ്ഞു. 6 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സന്ധിയിൽ എന്നുള്ളത് കറക്റ്റായിട്ട്. പിന്നെ സമാസം പ്രയോഗപ്പെടുത്തുവരുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. നമുക്ക് ഇത് വേറെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സംഘകാലത്തെ സമര കേവല എന്നുള്ള സമരം ലിറ്റററിയാണ്. എന്തായാലും ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതില് 10 2 പേരാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. 10 8 പേരും ഇൻകറക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് പ്രസന്റേഷൻ എൻഡ് ചെയ്ത് നോക്കാം. എൻഡ് ചെയ്യുന്നു. ഇത് പല രീതിയിൽ കളിക്കട്ടെ ഇതില്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പം എന്താണ് മൊത്തത്തിൽ എങ്ങനെയാണ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതില് എന്താണ് ആബിദയ്ക്ക് 5 എണ്ണം കറക്റ്റ് ആണ്. 5 എണ്ണം കറക്റ്റായ ഫസ്റ്റ് ഉണ്ട്. 6 പേര്. ആചാരയുടെ 6 എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം പിന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ഓരോ കുറിച്ചും കാണുന്നുണ്ട്. നമുക്ക് എല്ലാവരെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് ഇങ്ങനെ ഒരു ഗെയിം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കഹൂത്തിൽ നേരത്തെ കളിച്ച ഗെയിമും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇതിൽ എത്ര പേര് പങ്കെടുത്തു, ഓരോരുത്തർക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട് എന്നല്ല. ഹാജരയ്ക്ക് 6 എണ്ണം. ഹാജരാണ് ഇതിൽ ലീഡ് ചെയ്തിട്ടുള്ളത്. 86 പോയിന്റ് വാങ്ങിയിട്ടുണ്ട്. 86.4 പേർക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിന് എത്ര സമയം എടുത്തിട്ടുണ്ട്, എത്ര പെർസെന്റേജ് മാർക്ക് അതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്കൊക്കെ നമുക്ക് കൃത്യമായി കിട്ടും. അപ്പൊ അതാണ് ഈ ഒരു സംഗതിയാണ് അൺഅറ്റൻഡ് ആണ് ഇവിടെ കാണുന്ന ഒരു ഹാഷ് കളർ ഉള്ളത്. ബാക്കി റെഡ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കറക്റ്റ് ആണ് ഗ്രീൻ കളർ ഉള്ളത്. അപ്പൊ ഇതേപോലെ നമുക്ക് നിങ്ങളുടെ റിപ്പോർട്ട്സുകളൊക്കെ നമുക്ക് ഇതിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്ക് എത്ര മാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഈ റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പാരന്റ്സിന് നേരെ മെയിൽ അയക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കലി സംഗതി നമുക്ക് ഇത് കിട്ടുന്ന ഒരു രീതിയാണ് ഈ ക്വിസസ് ഉള്ളത്. നേരത്തെ നമ്മൾ കളിച്ച അതേ സംഗതി നമുക്ക് ഇതിൽ കിട്ടും. എന്താണ് ഈ ഒരു നേരത്തെ കളിച്ച അതേ കളിയുടെ രൂപം നമുക്ക് ഇതിൽ പറ്റും. ഇനി ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരെ ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവാം. സോറി, ഗൂഗിൾ അല്ല, കഹൂത്തിന്റെ ഇങ്ങനെ ഇതിന്റെ ഹോം വേർഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്താണ്
ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ ഒരുപാട് ടോപ്പിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്താവണം, ഏതെങ്കിലും വിഷയത്തിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്ലോഡ് ഏതെങ്കിലും PDF ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംവിധാനം അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ, ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൽ അസസ്മെന്റ് കൊടുക്കാം, പ്രസന്റേഷൻ, വീഡിയോ, പാസ് ചെയ്ത് ഫ്ലാഷ് കാർഡ്, എന്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ തൽക്കാലം എന്താണ് അസസ്മെന്റ് കൊടുക്കുന്നു. അസസ്മെന്റിൽ ഞാൻ എന്താ ജസ്റ്റ് പിന്നെ എന്താണ് ഇത് നമുക്ക് ഏത് വിഷയം കൊടുക്കാം കേട്ടോ, ഏത് വിഷയം കൊടുക്കാം. ഈ കഹു പിന്നെന്താണ് ഒരു പിന്നെ ഒരു ഈവൻ ഗൂഗിൾ ലിങ്കിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, മൾട്ടി സെലക്ട് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ഓപ്പൺ എൻഡഡ് ഉണ്ട്. അതാണ് ബേസിക് വെർഷനിൽ കിട്ടുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് ഇതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കൊടുത്താം. നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേരള പൊളിറ്റിക്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നു. അത് നമ്മൾ ലൈബ്രറിയിൽ ഉണ്ടാവില്ല, എന്നാൽ പോലും നമുക്കത് എന്താക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എടുക്കുന്നത് എടുക്കാം കേട്ടോ. ഇതിലേതൊക്കെ വേണ്ടത് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ആഡ് കൊടുത്താൽ അതാണ് വരും. നമ്മൾ അക്കൗണ്ടിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ പ്ലസ് കൊടുത്താൽ നമുക്കിവിടെ വന്ന് വരും. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് വന്നു, നമ്മുടെ ആ രീതിയിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നോക്കി ആഡ് ചെയ്തപ്പോഴേക്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ടേബിൾ ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ഇതിവിടെ പബ്ലിഷ് കൊടുത്താൽ ഈ സംഗതി ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി വേറൊരു മെത്തേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ് എന്നുള്ളത് നമ്മൾ എന്താണ് ഒരു PDF അല്ലെങ്കിൽ വേഡോ ഒക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തുതരാം. എങ്ങനെയാണത് നമുക്ക് ഇതാണ്. ഓക്കെ, ക്രിയേറ്റ് പോയി തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസന്റേഷനിലോ അല്ലെങ്കിൽ പാസേജിൽ പോയി ഒരു നിങ്ങളുടെ കയ്യിൽ പാരഗ്രാഫ് ഉണ്ട്, ആ പാരഗ്രാഫ് എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിന്റെ സംഗതികളുണ്ട്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണം ജസ്റ്റ് ChatGPT പോയിട്ട് എന്താകുന്നു, ജസ്റ്റ് എന്താകുന്നു കുറച്ച് കണ്ടന്റ് ജസ്റ്റ് നോക്കുന്നു. കണ്ടന്റ് നോക്കിയപ്പം കേരള പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കേരള പൊളിറ്റിക്സ് എന്നൊരു വിഷയം കൊടുത്തു കൂട്ടിക്കോളും. ഇനിയിപ്പോൾ ഏതാനും കുഴപ്പമില്ല, കേരള പൊളിറ്റിക്സ് എന്നൊരു വിഷയം കൊടുക്കുന്നു. അപ്പൊ എന്താണ് വരുന്നത് നോക്കാം കണ്ടന്റ്. അപ്പൊ ആ കണ്ടന്റ് നമുക്ക് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താക്കി തരും, അവർ തരുന്നുള്ളതാണ്. നോക്കാം നമുക്ക്. സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നുണ്ട്. നമുക്കിതില് നമ്മുടെ ലെസന്റെ നെയിം ഒക്കെ കൊടുത്താൽ നമുക്ക് അതിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നേരെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിനെ ഇതില് കാണാൻ പറ്റത്തില്ലേ, ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, റിസ്ക് ഇല്ല. ഓക്കെ, ഞാനിവിടെ ആ ഒരു ഇതിലാണെന്നൊരു ഓപ്ഷൻസ് കുറച്ച് ബേസിക് വേർഷനിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്ന ഇതിലാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കോളൂ, നിങ്ങളുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്, നിങ്ങളുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതികൾ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊന്നും ഫ്രീ കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇതിലാണ് മറ്റേനെക്കാട്ടും കുറച്ചുകൂടി ഓപ്ഷൻസ് തരുന്നത്. അതേപോലെ നമുക്ക് ഇതിലും കളിക്കാൻ പറ്റും. ഞാൻ നേരത്തെ അതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള ഗെയിം ചെയ്ത് മാത്രം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ എന്താണ് വിഷയങ്ങൾ, എന്താണ് നിങ്ങൾക്ക് പിന്നെ ടെക്സ്റ്റ് ബുക്ക് എന്താണ്, നിങ്ങളുടെ ഏത് ഗ്രേഡാണ്, ഏത് വിഷയത്തിലാണ് വേണ്ടതെന്നുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണോ ഔട്ട്പുട്ടായിട്ട് വേണ്ടത് അതേപോലെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം ഇത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്തോ തടസ്സം പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് പണി കുറഞ്ഞിട്ട് മറ്റേ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്നു, ഓരോ അതിന്റെ ഓപ്ഷൻ കൊടുക്കുന്നു, കറക്റ്റ് മാർക്ക് ഒക്കെ കൊടുക്കണ്ടേ, അതൊന്നും വരുന്നില്ല. ഇതാണ് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് സാധനം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ ഒരു എക്സ്പ്ലോറേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക. മാക്സിമം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്സ് ഉണ്ട്, ഇമേജ് കൊടുത്താൽ പോലും നമുക്ക് അതിന് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് എല്ലാം ചെയ്ത് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുട്ടികളോട് നമ്മൾ ക്ലാസ് എടുക്കുന്നു. ആ സമയത്ത് മക്കളെ നിങ്ങൾ പുസ്തകം വായിച്ചോളൂ, ഞാനൊരു 5 മിനിറ്റിന്റെ എക്സാം നടത്താൻ പോകുന്നു പറയുന്നു. ആ സമയത്ത് നിങ്ങൾ ആ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേഗം നേരെ ഇതിലിടുന്നു, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരുന്നു. 10 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പൊ തന്നെ 2 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരുന്ന നമുക്ക് ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ അപ്പൊ തന്നെ എക്സാം നടത്തി ഒരു ഓൺലൈൻ അവലോകനമൊക്കെ നടത്തി ഉണ്ടാക്കാൻ പറ്റും, നമുക്കത് സംഗതി ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി ഫ്രീ വേർഷനിൽ പൈസ മുടക്കില്ലാത്ത നമുക്ക് ആ ഒരു അസസ്മെന്റ് റിസൾട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു ക്വിസസ് എന്നുള്ളത്. അത് ഒരു പലതരത്തിലുള്ള ഗെയിംസ് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് മാത്രമാണ് തന്നത്, പലതരത്തിലുള്ള ഗെയിംസിലായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മാക്സിമം ഉള്ളിലേക്ക് പോവുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ വാതിൽ തുറന്നിട്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പെയ്ഡ് അല്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നാളെ ജസ്റ്റ് തുടങ്ങി വെച്ച സംഗതി ഉണ്ടായിരുന്നു, ഒരു പിന്നെ ഗെയിമായിരുന്നു ഗെയിം ക്ലാസ്. നിങ്ങളുടെ ഓഫ്ലൈൻ സാധാ ക്ലാസ് മുറികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ആക്ടിവിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, വേർഡ് വാൾ എന്നുള്ളായിരുന്നു. വേർഡ് വാൾ ആരെങ്കിലും പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല. നല്ല രസമായിട്ട് നമുക്ക് ഒരുപാട് ഗെയിംസ് അതിലുണ്ട് എന്നുള്ളതാണ്. വേർഡ് വാളിൻ്റെ അതിൽ വേർഡ് വാൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില കണ്ടന്റ് അവർ എഡിറ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കും. അതല്ലാത്തതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഗെയിം ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, ഒരു ജസ്റ്റ് ഒരു ഗെയിമാണ്. പല രീതി ചെയ്യാട്ടത്, പല രീതിയിൽ കളിച്ചു നോക്കാം. ഓപ്ഷൻസ് അപ്പുറത്തുണ്ട്. ഇതൊരു പിന്നെ എത്രയാണ്, 20 ക്വസ്റ്റ്യൻസ് ആക്കാൻ അതിലുള്ളത്. ജസ്റ്റ് നോക്കാം എന്താൽ പോലും. ഹൗ മെനി ബട്ടൺസ് ഡസ് ഓളാഫ് ഹാവ് ഇൻ ഫ്രോസൺ. ഓക്കെ, അപ്പൊ നമുക്ക് 3 കൊടുക്കും നമ്മൾ. ഇത് നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുട്ടികളെ ഓരോ കുട്ടികൾക്ക് ഓരോ വിളിക്കാം, എന്നിട്ട് ഓരോരുത്തർക്കും നമുക്ക് എന്തായിരുന്നു ഇത് ചെയ്യാൻ കൊടുക്കണം. അപ്പൊ എത്ര പേർക്ക് ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള സംഗതിയൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി പിന്നെ ആരാണ്, ഒരാൾ ഫാത്തിമ വരട്ടെ, ഫാത്തിമ വന്ന് ക്ലിക്ക് ചെയ്യാൻ സമയം പോകുന്നുണ്ട്, ഫാത്തിമ വരുന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫാത്തിമയുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നോക്കാം. യെസ്, കറക്റ്റ് ആണ് ഫാത്തിമയുടേത്. അപ്പോൾ ഈ ഓരോരുത്തരുടെ വിളിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മാത്രം മതി, എല്ലാവർക്കും ഡിവൈസ് വേണമെന്നില്ല. വാട്ട് സിമ്പിൾ ഈസ് ഇൻ ദി സെൻട്രൽ ക്യാപ്റ്റൻ അമേരിക്കൻ ഷീൽഡിന്റെ ക്യാപ്റ്റൻ സംഗതി എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റോങ് ആൻസർ കൊടുത്തത് നോക്കാം. ഒക്ടോപ്പസിന് കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഒക്ടോപ്പസ് കൊടുത്തപ്പോൾ ഇത് റോങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, സ്റ്റാർ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഇത് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും സംഗതി. അപ്പൊ നമുക്ക് ഈ സാധനം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ താഴെ എഡിറ്റ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നാൽ ഇത് അവൈലബിൾ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലം വരെ. ഞാൻ കുറെ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ എഡിറ്റ് കണ്ടന്റ് നമുക്കിപ്പം പ്രീ വെർഷനിൽ അവൈലബിൾ ആയി കിട്ടുന്നില്ല എന്നല്ല കേട്ടോ, സോറി. എന്തായാലും നമുക്ക് മുൻപ് നമുക്കിത് 5 എണ്ണം വരെ നമുക്ക് എന്തായിരുന്നു എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു ഫ്രീ വെർഷനിൽ. ഇപ്പൊ 5 ഇല്ല, ഒരെണ്ണം പോലെ നമുക്ക് എന്തില്ല എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. എനിവേ ഇതാണ് ഈ ഒരു സംഗതി. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇത് ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയവരുണ്ടോ? പിന്നെ ആരെങ്കിലും ഉപയോഗപ്പെടുത്താറുണ്ടോ? ഒരുപാട് ഗെയിംസുള്ള ഒരു സംഗതിയാണ് ഈ വേർഡ് വാൾ. ജസ്റ്റ് ഗൂഗിൾ പോയാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തിന്റെ ഒക്കെ സംഗതികൾ അതിൽ ഉണ്ടാവുന്നല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുകളിൽ പോയിട്ട് ക്രിയേറ്റ് ആക്ടിവിറ്റി പക്ഷെ നിങ്ങൾക്ക് സ്വന്തം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇതിൽ പല രീതികളുണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ ഒരെണ്ണം പിന്നെ ക്വിസാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ബാക്കിയുള്ളൊക്കെ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എന്താണ് വിഷയം, ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ ആണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നിലവിൽ എന്തില്ല, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് സംവിധാനം പിന്നെ ഇതിൽ എന്തായില്ല, ഫ്രീ വെർഷനിൽ നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അതിനും എന്താണ് പ്രോ ആവണം എന്നുള്ളതാണ്. ഉണ്ട്, പക്ഷെ പ്രോ വെർഷനിലുള്ളൂ. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കിയോളൂ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ടെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടെൻസ് ആണ് ഇംഗ്ലീഷിലെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, രാജു ഈറ്റ്സ് രാജു റൈറ്റ്സ് എ ബുക്ക്. ഇതാണ് സംഗതി, സിമ്പിൾ ആയി കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇത് എന്താണ്, സിമ്പിൾ ഉദാഹരണം കേട്ടോ, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇതാണ്, ഇത് റൈറ്റ് ആൻസർ ആണ് ആക്ച്വലി. ഓക്കെ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കുന്ന താഴെ കൊടുത്താൽ മതി. സിമ്പിൾ പാസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതിൽ ഓട്ടോമാറ്റിക്കലി കൊടുത്തുകഴിഞ്ഞാൽ എന്താണ്, ഓക്കെ യെസ്, അടുത്ത ഇതാണ് the teacher wrote a book. The teacher wrote a book. അപ്പോൾ ഇതെന്താണ്, ജസ്റ്റ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കാണ്. പിന്നെ സിമ്പിൾ പ്രസന്റ് ജസ്റ്റ് ഒരു മോഡലാണ്, നിങ്ങൾ ഇതിൽ സംഗതികൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് ആണ് ദ ടീച്ചർ റോട്ട് എ ബുക്ക് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാം, നമുക്ക് ഒരുപാട് ചേർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഫോട്ടോസോ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്യാനൊക്കെ പറ്റും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത ശേഷം നമുക്കിത് എങ്ങനെയാണ് ആവുന്നുള്ളത് നമ്മളെ ഇതിലേക്ക് വരുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. നമ്മുടെ ആക്ടിവിറ്റി എന്ന ലെവലിൽ സാധനം വന്നിട്ടുണ്ടാവും. നമുക്ക് ഇത്രയും രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിസ്സ കൊടുത്തെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ യെസ്, അപ്പൊ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തത് രാജു റൈറ്റ്സ് എ ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ എന്ത് സെന്റൻസ് ആണെന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണ്. യെസ്, കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ നിങ്ങൾ ചെയ്ത സംഗതി ഓരോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. രാജു ടീച്ചർ റോട്ട് എ ബുക്ക് എന്നുള്ളതാണ്. നമുക്ക് റോങ് ആയിട്ടുള്ള സാധനം കൊടുത്തു നോക്കാം. ഒക്കെ റോങ് ആയിട്ടുള്ള വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അത് പോയിന്റ് ഒക്കെ ലഭിക്കാൻ ഒരുപാട് സെറ്റിംഗ്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താണ് ഇതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്താണ് ഇത് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ക്ലാസ്സിലെ ഒറ്റ ടീച്ചറിന്റെ സിസ്റ്റം മാത്രം മതി, ബാക്കിയുള്ള കുട്ടികൾക്ക് വേണമെന്നില്ല. ഇതിലും രസകരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ ടൂളുകൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള രീതി ഇതിലുണ്ട് എന്നുള്ളതാണ്. മാക്സിമം യൂട്ടിലൈസ് വേർഡുകൾ മാക്സിമം ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും സംഗതികളാണ് 3 ഗെയിമിഫിക്കേഷൻ ടൂൾസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന് ഒന്ന് കഹൂത്ത്, 2 ക്വിസിസ്, തേർഡ് വൺ വേർഡ്വാൾ എന്നുള്ളതാണ്. വേർഡ്വാൾ ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഡീറ്റെയിൽ കിടക്കുന്നില്ല. അതിന്റെ വ്യത്യസ്തമായ ഗെയിമിംഗ് ടൂളുകൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് അതെന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. മാക്സിമം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുക. ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റുക. ഓക്കെ, അപ്പോൾ അത് ഇറങ്ങി വ്യത്യസ്തമായ ടൂളുകൾ ജസ്റ്റ് ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അതിലേക്കുള്ള വാതിലുകൾ തുറന്ന് മാത്രം, ബാക്കി തുറന്ന് ഉള്ളിലേക്ക് കയറി അതിന്റെ ഉള്ളും പുറത്ത് നോക്കാനുള്ള ഒരു വഴി മാത്രമാണ്. മാക്സിമം തുറന്ന് നോക്കുക, ഓരോ ഡോറുകളൊക്കെ തുറന്ന് നോക്കുക. യൂട്ടിലൈസ് നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. മാക്സിമം 3-4 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് എഡിറ്റബിൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇപ്പൊ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ എന്തായാലും ഇത്രയും 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. യൂട്ടിലൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ തറവായി കിട്ടുള്ളൂ. മറ്റേ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവിംഗ് പഠിച്ച് നമ്മളത് വണ്ടി ഓടിക്കാതെ നിന്നാൽ നമ്മളത് ഡ്രൈവർ ആവില്ല. അത് യൂട്ടിലൈസ് ചെയ്യും, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഡ്രൈവർ ആവുക. എന്ന പോലെ ഇതൊക്കെ പഠിച്ചു നമ്മളത് പൂട്ടുവെച്ചാൽ ഒന്നും നമുക്ക് എന്താവില്ല, അത് നമ്മളത് യൂട്ടിലൈസ് ആവില്ല, മറന്നു പോകും.
കൃത്യമായിട്ട് നമുക്കത് ഉപയോഗിച്ച് നോക്കുക. അപ്പോഴേ നമുക്കത് നല്ലൊരു എന്താണ് ഈ ഗെയിം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പം നല്ല രസകരമായ ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റും. കുട്ടികൾക്ക് നല്ല ഫണ്ണി ആയിട്ട് നല്ല എൻജോയബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും കൊടുക്കാനൊക്കെ പറ്റും ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനും എന്താണ് നല്ല രീതിയിലൊക്കെ ചെയ്യാനും സാധ്യമാവട്ടെന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, കഹൂത്തിലും ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ മതി. 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ ആള് നിങ്ങളുടേതായ ഒരു നിങ്ങൾ സബ്ജക്റ്റും ബേസിലുള്ള ഒരു സംഗതി തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നാളത്തേക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷെയർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ടു ഓൾ. ഓക്കെ, ഓക്കെ. Do you have full time for me? Full time ഉണ്ട്, പക്ഷേ റൈസർ ഇല്ല. റൈസർ കൂടി ഇല്ല.